ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് വിഷ്ണു വരുന്നത് കാണുമ്പോൾ തന്നെ പപ്പിമോൾ ഓടിച്ചെന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കും. വിഷ്ണു പറയും, എത്ര ദിവസമായി വിഷ്ണുച്ചൻ എന്റെ പപ്പിമോളെ കണ്ടിട്ട്? സുഖല്ലേ? പപ്പി പറയും, വിഷ്ണുച്ചൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സുഖക്കുറവുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മാറി. വിഷ്ണു ഇങ്ങനെ മുടിയിലൊക്കെ തലോടിക്കൊണ്ട് പറയും, ആഹാ അത് കൊള്ളാലോ, വാ എന്ന് പറഞ്ഞേ പപ്പിയെ എടുത്തോണ്ട് അകത്തേക്ക് കയറണേ. വരാന്തയിലെ ശ്യാമയും വരികയാണേ. രാഘവേട്ടൻ മോനെ എന്ന് വിളിക്കുമ്പോ വിഷ്ണു പപ്പിയെ താഴെ വെച്ചിട്ട് രാഘവേട്ടന്റെ അടുത്തേക്ക് ചെല്ലും. രാഘവേട്ടൻ മോനെ അടിമുടി നോക്കും. മക്കളെ എന്ന് വിളിച്ച് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുക. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വിഷ്ണുവിന്റെയും കണ്ണ് നിറയുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. അപ്പോഴും രാഘവൻ നായരെ വിഷ്ണുവിന്റെ മുഖത്തേക്കും ശരീരത്തിലെ എവിടെയെങ്കിലും മുറിവുണ്ടോന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ ഇരിക്കച്ചാ, ഒരു കുഴപ്പമില്ല, അച്ഛൻ ഇരിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചവിടെ ഇരുത്തും. ശ്യാമ പറയും, വിഷ്ണുവേട്ടൻ പോയപ്പോ മുതലുള്ള പപ്പിമോളുടെ സങ്കടമാ. പൂജയും പ്രാർത്ഥനയും പപ്പിമോളുടെയും സത്യമോളുടെയും ഈശ്വരന്മാരെ നിലത്തിറങ്ങി വന്നിട്ടുണ്ടാവണം. വിഷ്ണു പപ്പിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും, കുട്ടികളുടെ പ്രാർത്ഥന മാത്രമല്ല, ശാലിനിയുടെ പ്രാർത്ഥനയും ഒപ്പം ശരീരം നോക്കാതെയുള്ള ഓട്ടവും പ്രയത്നവും. ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ കോടതിയിലെ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ. അപ്പോഴേക്ക് രോഹിത്തും അങ്ങോട്ട് വരികയാണ്. വിഷ്ണു പറയും, തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നല്ലോ, പിന്നീട് അതെല്ലാം കളവുകളാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എന്നെ രക്ഷപ്പെടുത്തിയേ വെക്കൂ, അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലെന്നുള്ള ശാലിനിയുടെ ഉറച്ച തീരുമാനം. ആ ഒരു മാറ്റവും ഇല്ലാത്ത ശാലിനിയുടെ ഉറച്ച തീരുമാനത്തിലാണ് വെച്ചാ ഞാൻ രക്ഷപ്പെട്ടത്. രാഘവേട്ടൻ പറയും, ശരിയാടാ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിന്നെക്കാളും നന്നായിട്ട് ഈ ലോകത്തറിയുന്ന ഒരേ ഒരാൾ ശാലിനിയാണ്. അത് നിന്നിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമാണ് മോനെ നിങ്ങളെ രണ്ടുപേരെയും ഇപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരു പ്രധാന ഘടകവും. അതിന് നിങ്ങളുടെയൊക്കെ ഭാഷയില് പ്രണയെന്നോ സ്നേഹമെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഞങ്ങളതിനെ ഈ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം എന്ന് പറയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഐക്യം വേണ്ടുവോളം ഉണ്ട്. വിഷ്ണുയ്ക്കും രണ്ട് വീടുകളിൽ കഴിഞ്ഞിട്ട് മനസ്സുകൾ തമ്മിൽ ഐക്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണച്ചാ? രണ്ട് മനസ്സുകൾ തമ്മിൽ ഒന്നിക്കുമ്പോഴല്ലേ ആ മനസ്സുകൾ തമ്മിൽ ഐക്യമുണ്ടെന്ന് പറയേണ്ടത്? കോടതി എന്നെ വെറുതെ വിട്ടെങ്കിലും എന്റെ മനസ്സിലെ എന്റെ അമ്മ ഏൽപ്പിച്ച മുറിവുകൾ ഒരിക്കലും എനിക്ക് മായ്ക്കാൻ പറ്റില്ല. അതൊരുണങ്ങാത്ത മുറിവായിട്ട് എന്റെ ചങ്കിനെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ദാ ഇപ്പോഴും. ഇതൊക്കെ കേൾക്കുമ്പോ രാഘവേട്ടന് ആകെ പേടിയാവുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണു വന്നത് അറിഞ്ഞ് സന്തോഷത്തോടു കൂടി സത്യഭാമ അങ്ങോട്ട് ഓടി വരിക. ഇത് കാണുമ്പോ തന്നെ വിഷ്ണുവിനൊട്ടു ഇപ്പൊ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. ആ ഒരു സങ്കടത്തിലും ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഭാമയോടുള്ള ദേഷ്യം വിഷ്ണുവിന്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. ഇത് രാഘവേട്ടനും അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാ ഭാമ വിഷ്ണുവിനെ കണ്ട സന്തോഷത്തില് മോനെ എന്ന് വിളിച്ച് ഓടി വന്നേ വിഷ്ണുവിന്റെ കൈകൾ മുറുകെ പിടിക്കണേ. എന്നാ വിഷ്ണു ആ കൈകൾ പതിയെ ബാക്കോട്ട് തന്നെ വലിക്കും. ഭാമയുടെ കയ്യിൽ നിന്ന് വിഷ്ണു കൈയെടുക്കുമ്പോ ഭാമ ഞെട്ടിപ്പോവാ. എന്നിട്ട് കണ്ണിൽ നോക്കിക്കൊണ്ട് വിഷ്ണു പറയണേ, ഞാൻ എന്റെ ജീവിതത്തില് ജന്മം തന്ന അച്ഛനേക്കാളും ഒന്നാം സ്ഥാനത്ത് നിർത്തിയതും കണ്ടിരുന്നതും എന്റെ അമ്മയെ തന്നെയാ. ഈ നിൽക്കുന്ന അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് എന്തും ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കുന്ന സമയത്ത് പോലും ക്ലാസ്സിൽ അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ ഞാൻ വിളിച്ചോണ്ട് പോകുന്നത് എന്റെ അമ്മയായിരുന്നു. അന്ന് അങ്ങനെ ചെയ്തതേ എന്റെ അച്ഛനെ കുറച്ചു കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അമ്മയായിരുന്നു എന്റെ ബലം. ഈ നിൽക്കുന്ന അമ്മയായിരുന്നു എന്റെ ശക്തി. അമ്മ എന്റെ കൂടെ ഉണ്ടായ പിന്നെ എനിക്ക് ആരെയും പേടിക്കണ്ടെന്നുള്ള എന്റെ അഹങ്കാരം അത് തന്നെയായിരുന്നു എന്റെ അമ്മ. പക്ഷേ എന്റെ ജീവിതത്തിലെ ഞാൻ മനസ്സിലാക്കിയ എന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോ? എന്തിന് എന്റെ ഉള്ളിലെ വേദനകൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. ഒന്നും വേണ്ട, ഈ മകന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അമ്മയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. ഭാമയ്ക്ക് വല്ലാത്ത വിഷമം തോന്നും. മോനെ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോഴേക്കും വിഷ്ണു പറയും, അമ്മയെ ധിക്കരിക്കാത്ത മകൻ, അമ്മയോട് എതിര് പറയാത്ത മകൻ, അമ്മയുടെ സ്നേഹക്കുറവ് കാണിക്കാൻ പറ്റാത്ത മകൻ. പക്ഷേ എന്റെ മനസ്സ് ഇതിനെല്ലാം തയ്യാറായി നിൽക്കുമ്പോ ഞാൻ എന്താ വേണ്ടതമ്മേ? എന്താ വേണ്ടത്? ഉള്ളിൽ അമ്മയോടുള്ള ദേഷ്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അമ്മയ്ക്ക് മുന്നിൽ സ്നേഹം അഭിനയിക്കാൻ എനിക്കാവില്ല മോനെ. അപ്പോഴേക്ക് വിഷ്ണു പറയും, അങ്ങനെ ചെയ്യാൻ ഇത് നാടകമോ സിനിമയോ അല്ല. നെഞ്ചത്ത് കൈവച്ചിട്ടാ വിഷ്ണു പറയുന്നത്, എന്റെ ജീവിതം. എന്റെ മുന്നിലോ എന്നെ പ്രസവിച്ചിട്ട് എന്റെ അമ്മയും. ഇതൊക്കെ കേട്ട് രാഘവേട്ടന്റെ ഒക്കെ കണ്ണിങ്ങനെ നിറഞ്ഞ് ചുവന്ന കളറായിട്ടുണ്ട്. ഭാമയുടെയും. അങ്ങനെ വിഷ്ണു പറയണേ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. ഈ ഒരു പറച്ചില് അവിടെ എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട്. എന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൽപ്പിക്കാത്തവരോടുള്ള വെറുപ്പും വെച്ച് ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ നല്ല സങ്കടത്തിൽ തന്നെയാ പറയുന്നത്. എടാ മോനെ എന്ന് ഭാമ വിളിക്കുമ്പോഴേക്കും വിഷ്ണു രാഘവേട്ടന്റെ മുന്നിലേക്ക് ചെല്ലും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അകത്തേക്ക് കയറി പോവും. മോനെ എന്നും രാഘവേട്ടൻ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിന്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു. വിഷ്ണു പോകുന്നാണുമ്പോ ഭാമ വേഗം, രാഘവേട്ട അവൻ പറഞ്ഞത് കേട്ടില്ലേ, എന്നെ വിട്ടിട്ട് അവൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നേ. രാഘവേട്ടൻ പറയും, പോട്ടെ, അവൻ പോട്ടെ, അവന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുന്നില്ലല്ലോ. അവൻ പോട്ടെ, അവന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് അവൻ ജീവിക്കട്ടെ. ഈ തള്ളക്കോഴികൾക്ക് എല്ലാ കാലവും അതിന്റെ ചെറുകിനടിയിലെ കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്താനാവില്ലല്ലോ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാറാവുമ്പോ തള്ളക്കോഴികൾ തന്നെ കൊത്തി ഓടിക്കും. പക്ഷേ നീ കൊത്തി ഓടിക്കില്ല, പക്ഷേ മറ്റൊരു രീതിയില് നീ അവനെ കൊത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. പോയിക്കോട്ടെ അവൻ. ഭാമയ്ക്ക് ആകെ ടെൻഷനാവും. രാഘവേട്ടൻ എന്നിങ്ങനെ വിളിക്കുമ്പോഴും രാഘവേട്ടൻ പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഭാമ വേഗം, രോഹിത്തെ അവനോടൊന്ന്
പോവില്ലെന്ന് പറയടാ, അമ്മയെ വിട്ട് പോവില്ലെന്ന് പറയടാ എന്ന് പറഞ്ഞേ രോഹിത്തിന്റെ മുന്നിലും കൈ കൂപ്പുമ്പോഴേ രോഹിത് പറയും, എന്നിട്ട് എന്തിനാ സത്യാമ്മേ വിഷ്ണു ബ്രോയുടെ ജീവിതം നശിപ്പിച്ചതിൽ ഒരാളായി ഞാനും പങ്കുചേരാനും പോകട്ടെ സത്യാമ്മേ, ഇനിയുള്ള നാളുകളെങ്കിലും അവരൊന്നിച്ചു കഴിയട്ടെ. ശാലിനിയുമായിട്ട് ഒന്നിച്ചു കഴിയാനല്ലേ സത്യാമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ളൂ. അവര് മറ്റെവിടെങ്കിലും പോയി ജീവിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അവർ ജീവിച്ചോട്ടെ, നമുക്ക് അകലെ നിന്ന് അവരുടെ ജീവിതം നോക്കിക്കാണാം, അകലെ നിന്ന് മാത്രം. ഭാമ ഇതൊക്കെ കേട്ട് ടെൻഷനോട് കൂടി തലതാഴ്ത്തി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോണ്ടാവും വിഷ്ണു മുകളിൽ നിന്ന് ബാഗുമായിട്ട് ഇറങ്ങി വരുന്നേ. വിഷ്ണുവിനെ കാണുമ്പോഴേക്കും ഭാമ അയ്യോ എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി കരയാൻ തോന്നുന്നുണ്ട്. വിഷ്ണു വന്നിട്ട് ഭാമയുടെ മുഖത്തൊന്നും നോക്കാതെ അച്ഛാ ഞാൻ ഇറങ്ങാം. രാഘവേട്ടൻ സങ്കടം കൊണ്ട് ഒന്നും പറയുന്നില്ല, തലതാഴ്ത്തി നിന്ന് കരയാ. അങ്ങനെ വിഷ്ണു രോഹിത്തിന്റെ തോളിൽ കൈവച്ചിട്ട് യാത്ര പറയാണ്ട് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോകാൻ തുടങ്ങുമ്പോ മോനെ എന്ന് വിളിച്ച് സത്യമ്മ വിഷ്ണുവിനെ പിടിച്ചു നിർത്തണേ. നീ നിന്റെ അമ്മയെ വിട്ടു പോവോ? എടാ പറയടാ പോകുമെന്ന്. വിഷ്ണു പറയും പോവും. തുറന്നടിച്ച് പറയുമ്പോ ഭാമ ഒന്നുകൂടെ ഷോക്കായി പോകും. അങ്ങനെ അതും പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും പോവല്ലേടാ മോനെ, ഈ അമ്മ നീ പറയുന്നത് എന്തോ സമ്മതിക്കാം, പക്ഷെ മോനെ നീ ഇവിടെ വേണം എന്ന് വിഷ്ണുവിന്റെ കവിളിൽ കൈവച്ച് പറയും. നിന്നെ കാണാതെ നിന്നോട് സംസാരിക്കാതെ ഈ അമ്മയ്ക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ, ഈ അമ്മയുടെ എല്ലാം ആണ് നീ, എല്ലാം. എന്റെ മോനെ നിന്റെ ഇഷ്ടങ്ങൾക്കെല്ലാം ഈ അമ്മ ഒരു വിലങ്ങുതടിയാവില്ല. ശാലിനി തിരിച്ചു വന്നാലേ നിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാകുന്നുള്ളെങ്കിൽ എടാ മോനെ ഞാൻ എന്തിനും തയ്യാറാണ് എന്നിങ്ങനെ കരഞ്ഞോണ്ട് കൈകൂപ്പി പറയുമ്പോ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഭാമ പറയും, കാരണം എനിക്ക് എന്തിനേക്കാളും വലുത് നീ തന്നെയാണ്. നീയാടാ. നിനക്കൊരു പക്ഷെ എന്നെ മറന്ന് ജീവിക്കാൻ പറ്റിയേക്കും, പക്ഷെ നിന്നെ മറന്ന് എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. എന്റെ ശ്വാസവും നിശ്വാസമാണ് നീ. ഇത് രണ്ടും നിലയ്ക്കാതിരിക്കാൻ നമ്മൾ രണ്ടും ഈ വീട്ടിൽ വേണം മോനെ. ശാലിനി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ആലോചിക്കട്ടെ, പക്ഷെ അതിന് നീ എനിക്ക് കുറച്ച് സമയം തരണം എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി ഭാമാകത്തേക്ക് കയറി പോകണേ. ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും സങ്കടാവുന്നുണ്ട്. അപ്പോ പപ്പിമോള് പറയും, വിഷ്ണുച്ച ആ ബാഗിങ് തന്നെ താ എന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോ വിഷ്ണു അത് വിടണേ. അപ്പോ ശ്യാമ ഇത് വാങ്ങിക്കും. പപ്പി പറയും, ഇനിയൊരു യാത്രയില്ലല്ലോ. ശ്യാമ മനസ്സിൽ വിചാരിക്കും, ഈശ്വര ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. രോഹിത് വന്നിട്ട് പറയും, അപ്പൊ ബ്രോ കാര്യങ്ങളെല്ലാം സ്മൂത്തായ സ്ഥിതിക്ക് ഇനി ഒരു പൊടിക്ക് സ്വപ്നമൊക്കെ ആവാട്ടോ. ഇത് കേൾക്കുമ്പോ തന്നെ വിഷ്ണു ഇങ്ങനെ ഓരോ പഴയ കാര്യങ്ങൾ ആലോചിക്കണേ. ശാലിനി അങ്ങോട്ട് വലതുകാലം വെച്ച് കയറി വന്ന ദിവസങ്ങളൊക്കെ വിഷ്ണുവിന്റെ മുഖത്തുണ്ടാവുന്ന ആ മാറ്റമൊക്കെ രാഘവേട്ടൻ ഇങ്ങനെ ശ്രദ്ധിക്കാ. ഡാ പോടാ ഓർമ്മയിലേക്ക് പോകുമ്പോ അവന്റെ ഒരു മാറ്റം കണ്ടില്ലേ? എടാ മോനെ നീ ധൈര്യമായിട്ടിരിക്കേ, നിന്റെ അമ്മ ഇപ്പൊ തന്നെ ഈ വാക്കുണ്ടല്ലോ അതൊരിക്കലും തെറ്റിക്കത്തില്ല. വിഷ്ണുവിനൊന്നും പറയാൻ പറ്റുന്നില്ല. വിഷ്ണുവും കരഞ്ഞുകൊണ്ട് തന്നെ ആ സങ്കടമുണ്ട് ഇപ്പോഴും, അത് മാറിയില്ല. രോഹിത്തിന്റെ തോളിൽ കൈ വെച്ചിട്ട് അകത്തേക്ക് കയറി പോവാ. അപ്പൊ രാഘവേട്ടൻ പറയും, ഇപ്പോഴവര് സമാധാനായത്. പപ്പിയോട് പറയും, മോളിങ്ങോട്ട് വാ. അപ്പൊ പപ്പി അടുത്ത് വരുമ്പോ രാഘവേട്ടൻ പറയണേ, മോളുടെയും ഈ അച്ഛന്റെയൊക്കെ പ്രാർത്ഥന മോളുടെ കൃഷ്ണ ഭഗവാൻ കേട്ടു എന്ന് പറഞ്ഞ് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കും. പപ്പിയും രാഘവേട്ടനും എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുക. ശേഷം ഭാമ അകത്ത് പോയിട്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. വിഷ്ണു ആണെങ്കില് സന്തോഷമുണ്ട്, എന്നാ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. ശാലിനി പോവാൻ റെഡി ആയിട്ട് വന്നിരിക്കുക. അപ്പോഴേക്ക് ശാന്തേച്ചിയും ഒരു ചായ കൊണ്ടുവരും. മോള് റെഡി ആവുന്നത് കണ്ടിട്ടാ ഞാൻ ചായ കൊണ്ടുവന്നത്, കുടിക്കാതെ പോരുത്, ഇതൊരു സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ എന്നാ പിന്നെ കുടിച്ചു കളയാന്ന് പറഞ്ഞ് ശാലിനി അപ്പൊ തന്നെ കുടിക്കുക. അപ്പോഴേക്കും ഡി എന്നാ പിന്നെ എന്തെങ്കിലും ഇതിന്റെ കൂടെ അങ്ങ് കഴിച്ചൂടെ നിനക്ക് എന്ന് വെച്ച് ശാരദാമ്മ വരും. ശാലിനി പറയും, ഈ സമയത്ത് എനിക്കൊന്നും ഇറങ്ങില്ലമ്മേ, ഞാൻ അനുവിനെ കൊണ്ട് ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചോളാം. ശരി. അപ്പൊ ശാന്തേച്ചി ചോദിക്കും, ചായ എങ്ങനെയുണ്ട്? ശാലിനി പറയും, കലക്കിയിട്ടുണ്ട്. ഇതിൽ ഏലക്ക ഇട്ടല്ലേ, പിന്നെയും എന്തൊക്കെയോ ചേർത്തിട്ടുണ്ടല്ലോ. അതെ സീക്രട്ടാ, ഞാൻ ശാരദാമ്മയ്ക്കും കൂടെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ശാന്തേച്ചി കടന്നു പോകും. ശാലിനി പറയും, വിഷ്ണുവേട്ടനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചായ കൊടുക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. സത്യമ്മയുടെ വീട്ടിലാണെങ്കിൽ പിന്നെ അത് ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്ന സമയത്ത് വിഷ്ണു നല്ല സന്തോഷത്തില് ബുള്ളറ്റിൽ അങ്ങോട്ട് പറന്നു വന്നോണ്ടിരിക്കണേ. ഇതേ സമയം ശാലിനി പറയുന്നതൊക്കെ കേട്ട് ശാരദാമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുക. അങ്ങനെ ശാലിനി പറയണേ, സംഗതി കുടിച്ചു കഴിയും വരെ ആള് നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഉണ്ടാകും. ശാരദാമ്മ പറയും, വിഷ്ണുമോനെ കോടതി വെറുതെ വിട്ടതില് ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സത്യാമ്മയാ. മോളാണ് അതിന് ഓടി നടന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ശാലിനി പറയും, ഒരു പൊടിക്ക് ആൾ അടങ്ങിയിട്ടുണ്ടമ്മേ, പണ്ടത്തെ ആ വാശിയും മസിൽ പിടുത്തൊക്കെ കുറഞ്ഞതുപോലെ തോന്നുന്നത് എന്ന് പറഞ്ഞ അവിടെ ഇരിക്കും. ശാരദാമ്മയെ അടുത്തിരുന്നിട്ട് പറയും, പിന്നെ അടങ്ങാതെ എപ്പോഴും ഇങ്ങനെ വാശിയും വൈരാഗ്യവും കാണിച്ചിരിക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പോ അവർക്കും തോന്നിക്കാണും പഴയതുപോലെ വിഷ്ണുവിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന്. അല്ല ഇതിപ്പോ എവിടെയെങ്കിലും കേൾക്കുന്ന കാര്യമാണോ? മകനെ ജീവിക്കാൻ സമ്മതിക്കാത്ത അമ്മ മകന്റെ ജീവിതാ പോകുന്നതെന്ന് അവർ ഓർക്കുന്നില്ല. ശാലിനി, പിന്നെ അമ്മ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ സത്യം അല്പം സന്തോഷത്തിൽ നിൽക്കുന്ന സമയമല്ലേ, എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ നിനക്ക്? അപ്പോഴും ശാലിനി പറയും, അതൊന്ന് ആലോചിക്കണം അമ്മേ. സത്യമോള്
വിഷ്ണുവേട്ടന്റെ മകളാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതില് വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത്രയും കാലം ശ്യാമയുടെ മകളായിട്ട് ആ വീട്ടിൽ വളർന്ന പപ്പിമോളും വിഷ്ണുവേട്ടൻ്റെതാണെന്ന് 2 കുട്ടികളെയും ഞാൻ പ്രസവിച്ചതാണെന്ന് അറിയുമ്പോ എന്നെ പുറത്താക്കിയതുപോലെ നമ്മുടെ ശ്യാമയെയും ആ വീട്ടിൽ നിന്ന് ഉറപ്പാക്കില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? കള്ളങ്ങൾ കൊണ്ട് ഇത്രയും നാൾ സത്യാമ്മേനെയും രോഹിത്തിനെയും അവിടുത്തെ കുടുംബാംഗങ്ങളും മൊത്തം ചതിച്ചതിനും വഞ്ചിച്ചതിനും ശ്യാമയ്ക്ക് സത്യമ്മ മാപ്പ് കൊടുക്കുന്നു തോന്നുന്നുണ്ടോ? പിന്നെ ഇതിനെല്ലാം കൂട്ടുനിന്ന് എന്നെ സത്യമ്മ വെറുതെ വിടോ? ഇപ്പടങ്ങി നിൽക്കുന്നവര് ഇതറിയുമ്പോ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ആരറിഞ്ഞോ? അതുകൊണ്ട് ആലോചിച്ചേ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പൊ ശാരദാമ്മയും ശരിയെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴായിരിക്കും വിഷ്ണു ബുള്ളറ്റിൽ അങ്ങോട്ട് പറന്നെത്തുന്നത്. ബുള്ളറ്റിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ ആരോ വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. രണ്ടുപേരും പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെ അപ്പൊ ഉണ്ടാവും വിഷ്ണു അങ്ങോട്ട് കയറി വരുന്നത്. വിഷ്ണു ഇങ്ങനെ വരാന്ത തന്നെ നോക്കുമ്പോ ശാലിനി അടുത്തേക്ക് ചെല്ല. വിഷ്ണുവിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഒരു നാണവും പുഞ്ചിരിയൊക്കെ. ഇറങ്ങാൻ പോവായിരുന്നോ? അപ്പൊ ശാലിനിക്കും ഇതെന്താ ഇപ്പോ? അപ്പൊ വിഷ്ണു പറയും വരണമെന്ന് തോന്നി വന്നു. എന്താ കുഴപ്പമായ? അപ്പോഴേക്കും എന്ത് കുഴപ്പം എന്ന് വെച്ച് ശാരദാമ്മ വരും. വാ മോനകത്തേക്ക് കയറിയിരിക്കി. അപ്പൊ വിഷ്ണു പറയും വേണ്ട, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ ശാലിനി പറയും അകത്തുനിന്ന് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞിട്ട് പോട്ടെ അമ്മേ എന്നിങ്ങനെ ഒരു കുറുമ്പ് സംസാരിക്കുമ്പോ വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട്. ശാരദാമ്മ ശാലിനി എന്ന് വിളിക്കുമ്പോ ശാലിനി പറയും അകത്ത് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ശാരദാമ്മയ്ക്കും മോനെ സത്യം പറഞ്ഞിട്ടാണോ വന്നത്? വിഷ്ണു പറയും അതെ ശാരദാമ്മ, അമ്മ എന്നെ പറഞ്ഞു വിട്ടത് തന്നെ. അപ്പൊ തന്നെ ശാലിനി പറയും അല്ലാതെ ചാടി കയറി പോരില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ വിഷ്ണുവിന് ഇങ്ങനെ ചിരി വരികയാണേ. ശാരദാമ്മ ഡീ നിർത്തിക്കേ എന്നിങ്ങനെ ചെറിയ സ്വരത്തിൽ പറയും. വിഷ്ണു പറയും ഞാൻ ഇവിടെ ഇരുന്നോളാ, ഞാനിങ്ങ് ഇരുന്നില്ലെന്ന് വേണ്ട, ഇരിക്കാം എന്ന് പറഞ്ഞ് അവിടെ ചാരുപടിയിൽ ഇരിക്കും. അപ്പൊ ശാലിനി പറയും എന്തായാലും ഇരുന്നതല്ലേ, ദാ ഈ ചായ കുടിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ തന്നെ വിഷ്ണു അത് വാങ്ങിക്കാൻ തുടങ്ങും. അപ്പോഴേക്ക് ശാരദാമ്മ പറയും ഡീ വിഷ്ണുവിന് വേറെ ചായ എടുത്തു കൊടുക്ക്. ശാലിനി പറയും സ്വന്തം ഇഷ്ടത്തോടെ വന്നതല്ലോ, അപ്പൊ പാതി തണുത്ത ഈ ചായ കുടിച്ചാ മതി. അപ്പൊ വിഷ്ണു പറയും കുഴപ്പമില്ല, ഇത് മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കുക. എന്നിട്ട് അത് കുടിക്കുമ്പോ അതിലാ ടേസ്റ്റ് മനസ്സിലാക്കണേ. അല്ല ഇത് താനുണ്ടാക്കിയത് അല്ല, അപ്പൊ ഞാൻ വരുന്നറിയായിരുന്നോ? ശാലിനി പറയും അപ്പൊ എവിടെയോ മറന്നൊരു രുചി കിട്ടി കാണും അല്ലേ? വിഷ്ണു അങ്ങ് ചിരിക്കുമ്പോ ശാലിനി പറയും അത് നോർക്കാൻ കൂടി വേണ്ടിട്ടാ ഇപ്പൊ ഇത് കുടിക്കാൻ പറഞ്ഞത് എന്ന് പറയുമ്പോ വിഷ്ണു ശാലിനിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കും. ശാലിനിയും ശാരദാമ്മയ്ക്ക് അങ്ങ് നാണം വരും. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കി, ഞാൻ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു പറയും ശാരദാമ്മേ പോവാൻ വരട്ടെ എന്ന് പറഞ്ഞ് ചായയുടെ ഗ്ലാസ് അവിടെ വെച്ചിട്ട് അവിടെ എഴുന്നേറ്റ് പറയും ശാരദാമ്മ കൂടെ കേൾക്കേണ്ട കാര്യ. ശാലിനിയെ നോക്കിക്കൊണ്ട് ശാരദാമ്മയോട് പറയണേ നല്ലൊരു മുഹൂർത്തം നോക്കി അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇയാളെ കൂട്ടിക്കൊണ്ടു പോവാൻ. ശാലിനിയും ശാരദാമ്മയും ഞെട്ടും. ശാലിനിയും വിഷ്ണുവിനെ ഇങ്ങനെ നോക്കും. വിഷ്ണു പറയും ഒടുവിൽ അമ്മയ്ക്ക് മനസ്സിലായി എന്റെ ജീവിതം പൂർണ്ണമാണെങ്കിലേ എന്റെ ശാലിനി എന്റെ ഒപ്പം വേണമെന്ന്. ശാലിനിയുടെ മുഖത്തും പെട്ടെന്ന് ഭയങ്കര സന്തോഷം വരണേ. ശാരദാമ്മയ്ക്കും നല്ല സന്തോഷം. ശാരദാമ്മ ഭഗവാനോട് നന്ദി പറയാ. നന്നായി മോനെ, ഇനി ഇങ്ങനെ മറ്റുള്ളവർക്കിട്ട് ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയല്ലേ. ശാലിനി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കണേ. വിഷ്ണുവും ശാരദാമ്മ പറയും ഭൂമിയില് കുറച്ച് ആയുസല്ലേ മനുഷ്യനുള്ളൂ, അത് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ നോക്ക്. ശാരദാമ്മ അവിടെ നിൽക്കുന്നോണ്ട് വിഷ്ണുവിനും ശാലിനിക്കും അവരുടെ ആ സ്നേഹം അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. പ്രണയത്തിന്റെ ആ തീവ്രത അതിലുണ്ട്. ശാരദാമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങ് നാണം വരും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴായിരിക്കും ശാന്തേച്ചി അങ്ങ് വിളിക്കുന്നത്. ശാരദാമ്മയെ ഒന്നിങ്ങോട്ട് വരുമെന്ന്. ശാരദാമ്മ ദാ വരുന്നു എന്ന് പറഞ്ഞാൽ വേഗം പോവും. ശാലിനി ഇങ്ങനെ നോക്കുമ്പോ വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് ആ കൈ അങ്ങ് മുറുകെ പിടിക്കും. ശാലിനിയും ആ കയ്യിലങ്ങ് ചേർത്ത് പിടിക്കുക. വിഷ്ണുയ്ക്കും സന്തോഷമായോ. ശാലിനി ചിരിച്ചുകൊണ്ടും കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിങ്ങനെ മൂളുക. വിഷ്ണു പറയും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വാക്കിനെ മൊത്തത്തിൽ അങ്ങ് എടുക്കാൻ പോവാ. ശാലിനിക്കും വാക്കോ? വിഷ്ണു പറയും സന്തോഷം. കൊറേ സങ്കടപ്പെട്ടതല്ലേ, കൊറേ അധികം കരഞ്ഞതുവാ. ഇനി കരയാൻ എന്റെ കണ്ണിലും ഇല്ല തന്റെ കണ്ണിലും ഇല്ല കണ്ണീര്. അപ്പൊ എന്താ ചെയ്യാ, നമ്മള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഭാഗം അങ്ങ് മാറ്റി വെക്കണം. എന്നിട്ട് അപ്പൊ ശാലിനിക്കും എന്നിട്ട് വിഷ്ണു പറയും എന്നിട്ട് ശാരദാമ്മേ എന്നിങ്ങനെ വിളിക്കുമ്പോ ശാലിനി പിറകോട്ട് നോക്കുമ്പോഴേക്കും വിഷ്ണു ശാലിനിയെ അവിടുന്ന് എടുത്തു പൊക്ക. അയ്യോ എന്ന് ശാലിനി പറയുമ്പോഴേക്കും വിഷ്ണു എടുത്ത് വട്ടം കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ കാണും എന്ന് ശാലിനി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. എന്തായാലും ഇനി വരാൻ പോകുന്നത് കുറച്ച് അടിപൊളി റൊമാൻറ്റിക് എപ്പിസോഡായിരിക്കും. അപ്പൊ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് ശാലിനിക്ക് അപ്പോഴേക്കും ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈം ആവുമ്പോ രാമേട്ടൻ വരികയാണ്. അങ്ങനെ രാമേട്ടൻ വരുന്നത് കാണുമ്പോ തന്നെ ശാലിനി വേഗം ഫയലൊക്കെ എടുക്കാനായിട്ട് അകത്തേക്ക് പോവാ. ഈ സമയം വിഷ്ണു ഒരു കുറുമ്പൊപ്പിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ആ കാറിന്റെ വീലില് കാറ്റങ്ങ് അഴിച്ചു വിടും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്ക. അപ്പോഴേക്ക് രാമേട്ടനും വരും. രാമേട്ടൻ വന്ന് നോക്കുമ്പോ കാറില് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനി പോനായി റെഡി ആയിട്ട് വരിക. എന്ത് പറ്റി രാമേട്ടാ? രാമേട്ടൻ പറയും കാറില് വീലില് കാറ്റില്ല മോളെ. വിഷ്ണുവിന്റെ ഇങ്ങനെ എക്സ്പ്രഷനും ഭാവമൊക്കെ കാണുമ്പോ തന്നെ കാറിലെ കാറ്റെങ്ങനെയാ പോയതെന്ന് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കും. ശാലിനിക്ക് കാര്യം മനസ്സിലായി. രാമേട്ടൻ ചോദിക്കും ഇനിയിപ്പൊ എങ്ങനെയാ മോളെ പോവാ? അപ്പൊ വിഷ്ണു പറയും അല്ല, കളക്ടർ ബൈക്കിൽ കയറുന്നതില് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ
എന്റെ ബൈക്ക് കളക്ടറേറ്റ് വഴി തിരിച്ചുവിടുന്നതില് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിങ്ങനെ പറയുമ്പോ ശാലിനിക്കും ശാരദാമ്മയ്ക്കും ഒക്കെ ചിരി വരുന്നുണ്ട്. ശാലിനിക്ക് വിഷ്ണുവിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ശാരദാമ്മയ്ക്ക് നാണം വരികയാണേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ നമുക്ക് പ്രണയദിനങ്ങൾ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്